കർത്താവ് പറയുവാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഉപരിപ്ലവമായ ആത്മീയതയ്ക്ക് അപ്പുറം കർത്താവ് വേറെ ചിലതൊക്കെ സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഉപരിപ്ലവമായ ആത്മീയതയ്ക്കപ്പുറം കർത്താവ് വേറെ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ആത്മശോധനയ്ക്കുള്ള സമയമാകണം. കർത്താവ് ഇന്നത്തെ സഭയോട് പറയുന്നു, നീ ഏറെ പ്രവചിക്കുന്നുണ്ട്, നീ ഏറെ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, നീ വീര്യപ്രവൃത്തിയേറെ ചെയ്യുന്നുണ്ട്. നിന്റെ ഈ ആത്മീയതയ്ക്ക് ഇതിലപ്പുറം ഒരു മാനമുണ്ട് എന്ന് നീ മനസ്സിലാക്കേണ്ടതുണ്ട്. നിന്റെ ആത്മീയതയ്ക്ക് അപ്പുറം ഒരു മാനമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം?